ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ തിരക്കിലാണ് എല്ലാവരും. ഡാഡി പാക്കിങ്ങിൻ്റെ ആണെങ്കിൽ മമ്മി മെസ്സേജുകളൊക്കെ നോക്കി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെ 3 പേരെയും ടി വി കാണിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്നാക്ക് വേണം, അത് ബ്രെഡിൽ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കുറച്ച് ക്രീമൊക്കെ തേച്ച് കൊടുത്ത് അവരെ പറ്റിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരെ ഒതുക്കിയിട്ട് വേണം എനിക്കിനി കുക്കിങ്ങിനും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കുമായിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ അത് ആദ്യം പറ്റിക്കാനായിട്ട് ബ്രെഡ് കൊടുത്തു. നമുക്ക് അവർ ഫുഡ് കൊടുത്തിട്ട് ഇരുന്നാൽ അവർ അവിടെ നിന്ന് കഴിച്ചോളും. സമയം എടുത്തിട്ടായാലും അവർ അവിടെ നിന്ന് കഴിച്ചോളും. അപ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാം. ഇന്നപ്പം മമ്മി ഓൾറെഡി ഉച്ചയ്ക്ക് ചണക്കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിംപിൾ കുക്കറിലിട്ടു, മമ്മി ഓഫാക്കി. അങ്ങനെ ഒരു സെഗ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ചണക്കടലയും ചപ്പാത്തിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഞാൻ വേഗം കറി വെക്കാമെന്ന് പറഞ്ഞു. കാരണം ഡിംപിൾ നല്ല ബിസിനസ് തിരക്കിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഡിംപിളിൻ്റെ കാര്യം നോക്കി പൊക്കോളൂ, ബാക്കി കാര്യം ഞാൻ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് റൊട്ടേറ്റിംഗ് ആണ്. ആരാണോ ഫ്രീ ആയിട്ടിരിക്കുക അവരാണ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പം എനിക്കിപ്പോൾ അത്ര തിരക്കില്ലാത്ത കാര്യമാണെങ്കിൽ ഞാനത് ചെയ്യും. അപ്പോൾ ഡിംപിളിന് തിരക്കില്ലാതാണെങ്കിൽ ഡിംപിൾ കയറി ചെയ്യും. പക്ഷേ ഡിംപിളിന് ഇപ്പം സ്കൂൾ ഹാമ്പറിൻ്റെ തിരക്കുള്ളതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഡിംപിളിന് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ഡിവൈൻ സ്കൂൾ ഹാമ്പർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കതങ്ങോട്ട് വിസിബിൾ ആക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇതേ ബ്രെഡൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് ക്രീം എന്താണെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അവരെ പറ്റിക്കാൻ നമ്മൾ പലതും ചെയ്യുമല്ലോ. അങ്ങനെ അവരവരുടെ കാര്യങ്ങളിൽ മുഴുകിയിരുന്ന സമയത്ത് ഞാൻ പോയി വേഗം കടല ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം അതിന് മുമ്പ് വെള്ളം വേണം, 100 ആവശ്യങ്ങൾ. ഒരാൾക്ക് ഇപ്പം വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ബാക്കി 2 പേർക്കും വേണം. അങ്ങനെ 3 പേർക്ക് വേണം. ഒരാൾക്ക് സുസ് വെക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ബാക്കി 2 പേർക്കും പോകണം. അങ്ങനെയാണ് ഒരു ചെയിൻ സർവീസാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. ഇങ്ങനെ ഒന്നിച്ച് പാറിപ്പറന്ന് നടക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ജോലി കേട്ടോ. അങ്ങനെ ഞാൻ ദേ വേഗം അടുക്കളയിലേക്ക് വന്ന് പാത്രം കഴുകാനുണ്ട്. ഇതുണ്ട് പിള്ളേരെ ഒതുക്കി വന്നപ്പോൾ തന്നെ 8:15. അപ്പം ഞാൻ വിചാരിച്ചു വേഗം കറി വെക്കാം. ചണ വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം ഞാൻ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒന്ന് കൊഴുപ്പ് കിട്ടാനായിട്ട് തൈരും ചണയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പുളിയും വരും, ഒരു നല്ലൊരു ഫ്ലേവർ വരും. ചാട്ട് മസാലയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു ചണ മസാലയാണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം പാത്രം കഴുകാൻ. ഇതിനിടയ്ക്ക് ബിസിനസ് നോക്കണം. അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഡോൺ ചേട്ടൻ വന്നിട്ട് എൻ്റെ ബിസിനസ് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ആണോ ഡോൺ ചേട്ടൻ്റെ ആണോ? ഇതെൻ്റെ ബിസിനസ് ഫോണാണ്. ആ ബ്രൗൺ കളറാണ്. അപ്പോൾ ഇത് തിരിച്ചു വന്നപ്പോൾ ചേട്ടൻ്റെ അനിയൻ്റെയും ബനിയൻ കാണാണ്ടായിട്ടോ. അവരങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ബനിയൻ ഊരി ഇങ്ങനെ നടക്കും കേട്ടോ. പാച്ചു പറപ്പിച്ച് ഫാനിലെറിയുക. അങ്ങനത്തെ രണ്ടുപേരും മോശമല്ല. ചാക്കോ പിന്നെ ഇതിനൊന്നുമില്ല. ചാക്കോ ആയി, ചാക്കോൻ്റെ ലോകമായി എന്ന് പറഞ്ഞ് ചാക്കോ നടക്കും കേട്ടോ. അങ്ങനെ ദേ കടലക്കറി വെച്ചു, ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ ദേ ഇവർ 3 പേരും പേഷ്യൻ്റാണ് കേട്ടോ. അവൻ ഡോക്ടറും മറ്റവർ 2 പേരും പേഷ്യൻ്റ്. അങ്ങനെയാണ്. എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയില്ല എന്ത് കളിയായിരുന്നു. 2 ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ അന്നത്തെ ഒരു ഈവനിങ് അങ്ങനെ കടന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നേന്ന് മോർണിംഗ് റൊട്ടീനൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചധികം ഓർണമെൻറ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആൻറ്റി ടാർണിഷിൽ വരുന്ന ഓർണമെൻറ്റ്സ്. അത് നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു പോയതല്ലാതെ ഒന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ആൻറ്റി ടാർണിഷിന്റെ ലോക്ക് ബാംഗിൾസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് റീൽസ് ഇട്ടിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ച് ഫോട്ടോസ് ആണ് ആഡ് ചെയ്തിരുന്നത്. അല്ലാണ്ട് കുറെ പേരുടെ സംശയമാണ് ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക. ആൻറ്റി ടാർണിഷിന് 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ലോക്കും വരുന്നുണ്ട്, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നതും വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെ കുറച്ചധികം തന്നെ പോയി. മെയിൻലി ഒരു സ്റ്റോൺ വെച്ച സാധനമായിരുന്നു കേട്ടോ. ഭയങ്കര എൻക്വയറി ആയിരുന്നു അതിന്. അപ്പൊ അതെ ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ 2 ഹാർട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ. അത് ഇങ്ങനെയാണ് വരിക. ഇതിന്റെ ട്വിസ്റ്റ് ഇങ്ങനെയാണ് വരിക. അപ്പം ഏത് സൈസുകാർക്കും ഇത് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. 2 സ്റ്റോണ് 2 ഹാർട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടെയാണ് കേട്ടോ. എന്റെ കയ്യിലിട്ട് കാണിക്കാൻ ഞാൻ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യമായിട്ട് മനസ്സിലാവും. കണ്ട ഇങ്ങനെ ഇരിക്കും. ഒരു റിസ്റ്റിലിരിക്കുന്ന ഇങ്ങനെ കയറ്റി വെക്കുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോ എന്റെ കൈ അത്യാവശ്യം വണ്ണമുള്ള കൈയാണ്, എന്നാലും ഇത് ഓക്കെയാണ്. ഇത് ഇങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ ഓടിക്കളിക്കുകയും ഒക്കെ ചെയ്യും. ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു മോഡലാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചത് എങ്ങനെയാ തുറക്കുക അടക്കുകയൊക്കെ ചെയ്യുക. മീൻസ് നമ്മുടെ ഗോൾഡിന്റെ വേറെ രീതിയിലാണ് കേട്ടോ. അതും പലതരം പാറ്റേൺ ആണ്. പിന്നെ ഇത് കണ്ടോ, ഇത് എന്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ. ഈ ഒരു സൈഡ് ഫുൾ ഗോൾഡ് ആണെങ്കിൽ ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വരിക. ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട്. ഇത് കേട്ടോ, ഇതും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് ഇടുകയും ഊരുകയും ചെയ്യാം കേട്ടോ. കണ്ടോ, ഇതാണ് ഒരു ഡിസൈൻ. ഇത് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ. ഇതും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓർത്തത് ഇത് നിങ്ങളെ കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. പിന്നെ ഉള്ളത് ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ളത്. ഇതും കണ്ടോ,
ഇങ്ങനെ ആക്കണതാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഡിസൈൻ. ഇത് പ്ലെയിൻ ആണ് കേട്ടോ. അങ്ങനെ ഇത് കുറേ പേര് അത് ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ അവര് കണ്ണു പറ്റാതിരിക്കാൻ വേണ്ടി ഇടുന്ന ഒരു സാധനമാണ് ഈ ബ്ലാക്ക്. ഇപ്പൊ മാർക്കറ്റിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. മറ്റേത് ഗോൾഡിലും പ്ലാറ്റിനത്തിലും ഒക്കെയാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് ആന്റി ടാർണിഷിലും ഇത് വരുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്കിത് വരുന്നത്. അതും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് ഐറ്റംസ് ആണ് കേട്ടോ. ഇത് അത്ര വീതിയില്ല, എന്ന് വെച്ചാൽ ഒരുപാട് വീതി മറ്റേതിനുണ്ടെന്നല്ല കേട്ടോ. അതിനേക്കാളും കുറച്ച് കുറവാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. ഇതും വാച്ചൊക്കെ പോലെ നല്ല അടിപൊളിയായിട്ട് കിടക്കട്ടെ. അതിൽ ലവ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതില് ലവ് എന്ന് സ്റ്റോണിലല്ല, അതിന് ചുറ്റും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ശരിക്കും ഒരു വാച്ചിന്റെ പോലെയാണ്, വാച്ച് മറ്റേ ക്ലോക്ക് പോലെയാണ്, നമ്പേഴ്സ് ഇല്ലേ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതും നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഗിഫ്റ്റ് ചെയ്യാനും അതുപോലെ സ്കൂളില് കോളേജിലൊക്കെ പോകുമ്പോൾ മാറി മാറി ഇട്ട് പോകാൻ. ഇപ്പൊ എല്ലാവർക്കും ഈ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ ഗോൾഡ് ഇട്ട് വിടാൻ വലിയ താല്പര്യമുള്ള ആരും ഇല്ല ഇപ്പൊ. കാരണം നല്ല സുഖമാണല്ലോ സ്വർണ്ണത്തിന്റെ വില കേട്ടാ. ഇത് കണ്ടോ, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ആണ് കേട്ടോ. അതുണ്ടോ, സ്പ്ലിറ്റ് അല്ല, ലോക്ക് ബാങ്കില് ഇതൊരു കുട്ടി ഒരു സ്റ്റോണും ഒരു ഫ്ലവറും ആണ് കേട്ടോ വരുന്നത്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഒരു റിച്ച് ലുക്ക് തരുന്ന സാധനം എന്ന് പറയുന്ന സാധനമാണ്, സിമ്പിൾ ആയിട്ട്. പിന്നെ കുറെ പേര് നമ്മൾ ആദ്യം ഇങ്ങനെ ലോക്ക് ബാങ്കിൽ ഇറക്കിയ സമയത്ത് ചോദിച്ചിരുന്നു പിള്ളേർക്കുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ. അപ്പൊ അതിന്റെ ആ ഒരു റിക്വസ്റ്റ് മാനിച്ച് നമ്മൾ പിള്ളേർക്കുള്ള ലോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു വലിപ്പം അവര് കണ്ടോ, പരിപാടിക്കൊക്കെ പോകുമ്പോൾ. ഇത് പണ്ട് ഗോൾഡിൽ മാത്രം വരിക, ഈ വിളയി നമ്മള് പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന ഗോൾഡിൽ മാത്രം. എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ കാണുന്നത് നമ്മുടെ മലബാർ ഗോൾഡിലാ ഈ ഐറ്റം വന്നിട്ട്. എന്ന് വെച്ചാൽ വേറെ സ്ഥലത്ത് ഇല്ലെന്നല്ല, ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് കേട്ടോ. ഇത് കേട്ടോ അടുത്തത്. ഇത് ഭയങ്കര ഭംഗിയാണ്, കുഞ്ഞിക്കറുപ്പ് മതി. ഇവിടെ രണ്ട് സ്റ്റോൺ വരുന്നുണ്ട്. ഇവിടെ ഒരു പ്ലെയിൻ ഗോൾഡ് ഡിസൈന്, ഇവിടെ ഒരു സ്റ്റോൺ വരുന്നുണ്ട്. ബ്ലാക്ക് പോവും. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതെല്ലാം ഒരു 500 ബിലോ ആണ്. 542. ഇതിന് 540 ഒരെണ്ണം കഴിഞ്ഞു, സ്റ്റോക്ക് ഔട്ട് ആയി. ഇനി അത് സ്റ്റോക്ക് ഞാൻ വരുത്തിക്കണം. പിന്നെ എന്താ പറയാ, ഇപ്പൊ അമ്മമാരുടെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഫേമസ് സാധനമാണ് ഈ മാല. അമ്മമാരെന്നല്ല, മമ്മി ഇപ്പൊ സ്ഥിരം ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആണ്. ഇത് എനിക്ക് കണ്ടപ്പോ ഇഷ്ടം തോന്നിയപ്പോ ഞാൻ വേഗം ഓർഡർ ചെയ്ത് വെപ്പിച്ചൊരു സാധനമാണ് കേട്ടോ. ഭയങ്കര അതായത് ക്വാളിറ്റി ഉള്ള കല്ലാണ്. ഡിമ്പിളാണ് ഇപ്പൊ പല്ലിൽ കൂട്ടി കാണിച്ചത്. എനിക്കത് വലിയ അറിവില്ല അതിനെ പറ്റി. പിന്നെ നമ്മുടെ പണ്ടത്തെ ബ്ലാക്ക് മാല, നല്ല ക്രിസ്റ്റൽ നല്ല തിളക്കാണ് കേട്ടോ. ഇതിന്റെയും എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇങ്ങനെ തിളക്കത്തിന്റെ അല്ല, ഇത് പ്ലാസ്റ്റിക് അല്ല, കല്ലാണ്. വെയിറ്റും ഉണ്ട് പക്ഷെ ഗോൾഡിൽ ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ കാണിക്കാം, മനസ്സിലാവും. ഗോൾഡിലൊക്കെ കെട്ടിക്കാം. എത്ര കുറെ ലെയർ ഉണ്ടല്ലോ അല്ലെ. ഒരു സൈഡിൽ തന്നെ എനിക്ക് തോന്നുന്നു, എണ്ണി പറയാട്ടോ, 10 കൂടുതലുണ്ടോ സംശയമുണ്ട്. 12 ഒരു 12 ആണ് വരുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. പിന്നെ നമ്മളതില് കുട്ടി കുട്ടി ചെയിൻസ് ഉണ്ട് പിള്ളേർക്കൊക്കെ പിള്ളേർക്ക് നല്ല, ഞാൻ പറഞ്ഞു വരുമ്പോ പിള്ളേർക്ക് നായി പോകുന്ന കേട്ടോ. കോളേജിലൊക്കെ പോകുന്നവർക്കൊക്കെ സുഖമായിട്ട് ഇടാട്ടോ. ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ വെച്ചോ. ഇതിന്റെ കൂടെ ഫോട്ടോസും കൊണ്ട് ആഡ് ചെയ്താൽ നല്ല രസമുണ്ട്. നല്ല നമുക്കായാലും ഇടാട്ടോ ആയിട്ടുള്ള സംഭവം കേട്ടോ. ആന്റി ടാർണിഷ് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. കുറെ പേർക്ക് മെറ്റീരിയൽ എന്താണ്, അത് ശരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇതിനെ പറ്റി അറിയാവുന്നവർക്ക് ഇതിന്റെ ഒരു നോളജ് ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി അറിയാത്തവർക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ എന്നൊക്കെ പറയും. പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന കുറെ പേരുണ്ട്. കൂടുതലും ഈ വെളിയിലുള്ളവരാണ് ആന്റി ടാർണിഷ് ചോദിക്കാറ് കേട്ടോ. പിന്നെ എനിക്ക് ഒറ്റയടിക്ക് ഇഷ്ടമായ ഒരു സാധനം, ഇത് തിരിഞ്ഞിട്ടാണ് കൊടുക്കണം. ഈ മാല, ഈ ചെയിൻ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ കിടക്കും. നമുക്ക് ഇട്ടിട്ടുണ്ടോന്ന് പോലും തോന്നില്ല, അത്രയ്ക്കും പരന്ന് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ കുത്തിക്കൊള്ളുന്നതോ ഒന്നും അല്ല കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഉള്ളത് ഞാൻ പാക്ക് ചെയ്തു.
പിന്നെ നമുക്ക് എപ്പോഴും എൻക്വയറി വരാറുള്ള ഒരു സാധനമാണ് ഈ ഇതിനെന്തിട്ടായിരുന്നു കരിമണിമാലയുടെ ഇങ്ങനെ മംഗലസൂത്രയുടെ തന്നെ സിമ്പിൾ ആയിട്ടുള്ളത് നല്ല വെയിറ്റ് ഉള്ള ബോളാണ്. ഇത് 6 പിടിയാണ് കേട്ടോ വരുന്നത്. ഇത് 6 പിടിയാ. ഇത് 3 എണ്ണാണ് കേട്ടോ, 3 ലെയർ അല്ല, ഇത് 3 എണ്ണാണ്. ബാക്കിയൊക്കെ കഴിഞ്ഞ കണ്ട സിമ്പിൾ ആയിട്ട് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. പിന്നെ നമുക്ക് ലെറ്റേഴ്സ് വരുന്നതും ഉണ്ട് നമ്മുടെ ആന്റി ടാർണിഷില്. ലെറ്റേഴ്സ് ഇപ്പൊ ഉള്ളത് എസ് ഉണ്ട്, ആർ ഉണ്ട്, ബി ഉണ്ട്, അതൊക്കെ ഉള്ളൂ. എല്ലാം കോമൺ ആയിട്ടുള്ളത് ആ ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനെ കുറെ അങ്ങനെ വരുത്തിച്ചിട്ടില്ല കേട്ടോ. വാട അഹങ്കാരം പിടിച്ച് നിൽക്കണേ കണ്ട. നമ്മുടെ പ്ലേറ്റിലുള്ള പോലെ തന്നെ വരുന്നു. നല്ല മാല അല്ലെ, ഭയങ്കര കനകുറവ്, ഭയങ്കര കനകുറവാണ്. പൊട്ടിപ്പോണ ടൈപ്പ് അല്ല കേട്ടോ, ശരിക്കും ഇങ്ങനെ ഒട്ടിക്കിടക്കണ പോലെ പറ്റിക്കെടുക്കും. ഭയങ്കര നമ്മുടെ ഈ ഗോൾഡിലൊക്കെ ചിലര് പണിയിപ്പിക്കുന്ന ടൈപ്പ് സാധനമാണിത്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നമ്മളെ ഈ പുതിയ സ്റ്റോക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് ഒരിടയ്ക്ക് ആന്റി ടാർണിഷിന്റെ ഭ്രാന്തായിരുന്നു. പിന്നെ നമ്മൾ ആ സർജറി കഴിഞ്ഞ് കുറച്ച് ഇരുത്തം വന്നപ്പം അവിടെ അതിലങ്ങ് വീണ് പോയ. പിന്നെ ഇപ്പൊ റീസെന്റ് എന്നോടൊരു 5-6 പേര് പുറത്തു നിന്നുള്ളവർ ഇങ്ങനെ ചോദിച്ചു, ഒന്ന് സ്റ്റോക്കിൽ കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഫോട്ടോസ് എങ്കിലും ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പൊ ഞാൻ ഓർത്തു ഒരു സ്റ്റോക്ക് അങ്ങ് വരുത്താം. അപ്പം എനിക്കും കുറെ കാര്യങ്ങൾ പുതിയത് കൊണ്ടുവരാൻ കുറെ പേര് കണ്ടുപടുത്തു എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എപ്പോഴും സാധനങ്ങൾ ഇങ്ങനെ പണിയിപ്പിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. അപ്പം വ്യത്യാസങ്ങൾ വരും, പ്രോസസ്സിങ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സംഭവം ഇഷ്ടമായെന്ന് കരുതുന്നു. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം. വാട്സപ്പ് മെസ്സേജ് ആണ്, കോൾ ചെയ്യാണ്ടിരിക്കുക മാക്സിമം. വളരെ ചുരുക്കം വരെ ഉള്ളൂ. വിളിച്ച് വില ചോദിക്കുകയൊക്കെ നിങ്ങൾ നമ്പർ കണ്ടാൽ നേരെ വാട്സപ്പിൽ ആഡ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ. പിന്നെ നമ്മൾ എല്ലാം കുറെ പേര് ഡിവൈൻ ഹാമ്പർ ചെയ്യുന്നു, ഞാനും ഹാമ്പർ ചെയ്യുന്നുണ്ട്, ഡിമ്പിളും ചെയ്യുന്നുണ്ട്. ഡിമ്പിളാണ് കൂടുതലും ചെയ്യുന്നത്, പക്ഷെ ഞാനിപ്പോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവര് സ്കൂളിലൊക്കെ പോകുന്നുണ്ട്, ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഞാൻ അതിനെ അങ്ങനെ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. അതാണ് സത്യം. ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല കൂടുതലും. പക്ഷെ ഡിമ്പിൾ കേട്ടോ ഭംഗിയായിട്ട് ഓരോന്നും സെറ്റ് ചെയ്ത്, ഡിമ്പിൾ അതിന് പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട്. അപ്പം ഡിമ്പിളാണത് ഭംഗിയിൽ ചെയ്യാറ്. ഞാനും ഇപ്പം റീസെന്റ് കുറച്ച് ചെയ്തു എന്നല്ലാണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് എടുത്തിടുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എനിക്കിത് കാണാനും ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഇങ്ങനെ വന്ന് നോക്കിയിരിക്കാറുണ്ട്. പിള്ളേർ നമ്മള് ഓർക്കിച്ചു നമ്മളെ സ്കൂളിൽ പോയപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഒന്നും കൂടെ സ്കൂളിൽ പോകാൻ തോന്നുന്നുണ്ട്, പക്ഷെ പഠിക്കണ്ട, മടുത്തു. ഈ കോസ്റ്റീറ്റയും താൻതീറ്റയൊക്കെ പഠിച്ച് മടുത്തു ഞാൻ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓർണമെന്റ്സ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.